അപ്പോൾ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനെല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നമ്മുടെ റീഡറിൽ തന്നിട്ടുള്ള എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, പേജ് നമ്പർ 109 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. സൈഡ്സ് തന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയായിരുന്നു ഏരിയ കണ്ടുപിടിക്കുക? യെസ്, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഹാഫ് BH. ഇവിടെ ബി നമുക്ക് ബേസ് ആയിട്ട് 10 എടുക്കാം, പക്ഷെ ഹൈറ്റ് നമുക്ക് അറിയില്ല. അതായത് ഈ ബേസിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടക്സിലേക്കുള്ള ഹൈറ്റ് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ വരക്കാണ്. ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കും. അപ്പോൾ ഈ ആംഗിൾ എന്താവും? 90 ആവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏരിയ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ തന്നിട്ടുള്ളത് ഏതാണ്? ഈ 40 ആണ്. അപ്പോൾ ഈ 40യുടെ ഏത് സൈഡാണ്? ഇവിടെ ഞാനൊരു D എന്ന് കൊടുക്കുകയാണേ. അപ്പം 40യുടെ ഏത് സൈഡാണ് ഈ CD എന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് സൈഡാണോ അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡാണോ? ഏതാണ്? ഓപ്പോസിറ്റ് സൈഡാണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ CD കിട്ടാൻ വേണ്ടി ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്? യെസ്, സൈൻ ഫംഗ്ഷൻ. നമുക്കറിയാം സൈൻ ഫംഗ്ഷനിലാണ് സൈൻ 40. സൈൻ ഫംഗ്ഷനിലാണ് ഓപ്പോസിറ്റ് സൈഡ് ഉള്ളത്. ഓക്കെ, അപ്പം സൈൻ ഫംഗ്ഷൻ എന്താ എഴുതണോ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. സോ മലയാളം മീഡിയം സ്റ്റുഡൻസിനാണെങ്കിൽ എതിർവശം. ഓക്കെ, എതിർവശം ഡിവൈഡഡ് ബൈ കർണം. ഓക്കെ, അപ്പൊ CD ഡിവൈഡഡ് ബൈ കർണം എത്രയാണ്? AC ആണല്ലോ. ഓക്കെ, ഇതെന്താണ് നമ്മൾ എഴുതിയത്? സൈൻ 40 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ AC എത്രയാണ്? 8 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഈ ACക്ക് നമുക്ക് 8 സെന്റിമീറ്റർ എന്നുള്ള വാല്യൂ കൊടുക്കാം. അതിനു മുമ്പ് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് ഇങ്ങോട്ടേക്ക്. അതായത് ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഈക്വൽ ടുവിന്റെ ഇങ്ങേ സൈഡിലേക്ക് വരുമ്പോൾ അതെന്താവും? ഇൻറ്റു ആവും. അതായത് AC ഇൻറ്റു സൈൻ 40 ഈക്വൽ ആണ് CD. ദിസ് മീൻസ് AC എത്രയാണ്? 8 ഇൻറ്റു സൈൻ 40 ഈക്വൽ ടു CD. നമ്മൾക്ക് CD ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങേ സൈഡിലായതുകൊണ്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. CD ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 40. സൈൻ 40യുടെ വാല്യൂ എത്രയാണ്? 8 ഇൻറ്റു 0.6428 ആണ് സൈൻ 40യുടെ വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ CD എന്ന് പറയുന്ന വാല്യൂ കിട്ടും. 8 ഇൻറ്റു 0.6428 എത്രയാണ്? 5.1424 സെന്റിമീറ്റർ. ഇത് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ CD യുടെ വാല്യൂ കിട്ടി. നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്കതിന്റെ പെരിമീറ്റർ ഏരിയ അഥവാ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാലോ. യെസ്, ഏരിയ എങ്ങനെയായിരുന്നു? ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B എത്രയാണ്? 10. ഹൈറ്റ് എത്രയാണ്? 5.1424. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ഈ 10ൽ നിന്ന് കട്ട് ചെയ്യാലോ. ഓക്കെ, 10 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 5 ആണല്ലോ. 5 ഇൻറ്റു 5.1424. That is equal to 25.7 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ കിട്ടിയത്. ഓക്കെ, മനസ്സിലായോ? ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഏരിയ അറിഞ്ഞിരിക്കണമെങ്കിൽ ബേസും അറിയണം, അതിന്റെ ഹൈറ്റും അറിയണം. അപ്പൊ ബേസിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടക്സിലേക്കുള്ള ഹൈറ്റ് ആണ് അറിയേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ സൈൻ 40യുടെ സൈൻ ഫംഗ്ഷൻ ആണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് സൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ചത്? നമുക്കിവിടെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്.
അതുകൊണ്ട് തന്നെ സൈൻ ഫംഗ്ഷൻ എടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കോസ് ഫംഗ്ഷൻ ആണെങ്കിൽ എടുത്തതോ നമുക്ക് എന്താ കിട്ടുക? സമീപവശം AD ഡിവൈഡഡ് ബൈ 8 ആണ്. നമുക്ക് ADയുടെ ആവശ്യമല്ല ഉള്ളത്. ഇവിടെ CD എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ എപ്പോഴാണ് നമ്മൾ സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും ഉപയോഗിക്കുന്നതെന്ന്? ഓക്കെ, അപ്പൊ ഇതിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇനി ഇവിടെയുള്ള ഈ സൈഡ്സ് സെയിം തന്നെയാണ്, പക്ഷെങ്കിൽ ഇവിടെയുള്ള ഈ ആംഗിള്, ഈ ഇടയിലുള്ള ഈ ആംഗിള് 140 ഡിഗ്രി ആണെങ്കിൽ 140 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കുമെന്ന് നമ്മൾ കണക്കാക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു പിക്ചർ കൂടെ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കാം. സൈഡ്സ് ഒക്കെ സെയിം ആണ്, പക്ഷെ അതിന്റെ ഇൻ ബിറ്റ്വീനിലെ ആംഗിൾ എത്രയാണ്? 140 ആണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 10 സെന്റിമീറ്റർ ഒരു സൈഡായിട്ട് എടുത്തു. അത് വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ആംഗിൾ 140 എന്നാണ് പറഞ്ഞത്. 140ന്റെ മീനിങ് എന്താണ്? 90യേക്കാൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ കുറച്ച് വിടർത്തി വരക്കണം. 90 എന്ന് പറയുന്നത് ഇങ്ങനല്ലേ വരും, അതിലും കൂടുതലാണ്. ഓക്കെ, അങ്ങനെ വരക്കണം. നമ്മൾ റഫ് ഫിഗർ ആണെങ്കിലും വരക്കുന്നത് അങ്ങനെ തന്നെ വരക്കണം. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആംഗിൾ 120 ആണ്, 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് വലുതായിട്ടും ഇത് 8 സെന്റിമീറ്റർ ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, ഇതൊരു ഏകദേശ ഫിഗർ ആണ്. അപ്പൊ ഇത് 8 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പേര് കൊടുക്കുകയാണ് ABC. അപ്പൊ ഇങ്ങനെയുള്ള ട്രയാങ്കിൾ, അതായത് ഒരു ആംഗിള് ഒബ്റ്റ്യൂസ് ആംഗിളായി വരുന്ന 90 ഡിഗ്രിയേക്കാൾ കൂടുതലായി വരുന്ന ബൃഹത്ത് ആംഗിൾ വരികയാണെങ്കിൽ, 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രയാങ്കിൾസിന്റെ ഹൈറ്റ് എവിടെയായിരിക്കും വരിക? നമുക്കിവിടെ ഇങ്ങനെ ഹൈറ്റ് വരക്കാൻ സാധിക്കുമോ? ഇല്ല. എവിടെയായിരിക്കും ആ ഹൈറ്റ്? ഹൈറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് ബേസിലേക്ക് വരക്കുന്ന. അപ്പൊ ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് ബേസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് പുറത്തായിരിക്കും വരിക. ഓക്കെ, അത് നമുക്കറിയല്ലോ, നമ്മൾ ബിഫോർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് ബേസിലേക്ക് ഹൈറ്റ് വരക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 90, അതേപോലെ ഇത് 120 ആണല്ലോ. 120 അല്ല, 140 അല്ലേ തന്നിട്ടുള്ളത്? സോറി, മാറിപ്പോയതാണ് കേട്ടോ, 140. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? ഇതൊരു രേഖീയ ജോഡിയല്ലേ? ഓക്കെ, എത്രയാണ്? 140. രേഖീയ ജോഡിയുടെ പ്രത്യേകത എന്താണ്? ലീനിയർ പെയർ. യെസ്, അതിന്റെ ആംഗിൾസിന്റെ സമ 180 ആയിരിക്കും. അപ്പൊ ഇവിടെ 140 ആയത് കാരണം ഇവിടെ എത്രയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെയുള്ള 8 സെന്റിമീറ്റർ, ഞാൻ നേരത്തെ റബ്ബ് ചെയ്തത് ഇവിടെ എഴുതാണ്, 8 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് ഞാൻ ഇവിടെ D എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ CD എന്ന് പറയുന്നതിന് ഞാൻ H എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആംഗിൾ നമുക്ക് 40 ആണെന്ന് കിട്ടിയല്ലോ. ഈ 40 എന്ന ആംഗിളിന്റെ ഏത് സൈഡാണ് ഈ H എന്ന് പറയുന്ന, ഈ CD എന്ന് പറയുന്ന സൈഡ്? ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ. യെസ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്? സൈൻ ഫംഗ്ഷൻ ആണല്ലോ. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ sin 40 ഈക്വൽ ടു CD, ഓപ്പോസിറ്റ് സൈഡായ CD ഡിവൈഡ് സൈൻ ഫംഗ്ഷന്റെ എന്തായിരുന്നു അതിന്റെ റേഷ്യോസ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് എതിർവശം ബൈ കർണം. CD ഡിവൈഡഡ് ബൈ കർണം ഇതാണല്ലോ, 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് അല്ലേ ഈ സൈഡ്, AC എന്ന് പറയുന്ന സൈഡ്. യെസ്, AC. ഓക്കെ, ഏത് ട്രയാങ്കിൾ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്? DAC എന്നുള്ള പറയുന്ന ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ട്രയാങ്കിൾ DAC, അതിൽ നിന്നാണ് നമുക്ക് CD ഡിവൈഡഡ് ബൈ AC എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മള് CD എത്രയാണ് അറിയില്ല, H കൊടുത്തിട്ടുണ്ട്. AC എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. സൈൻ 40യുടെ വാല്യൂ എത്രയാണ്? യെസ്, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, 0.6428. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് H കണ്ടുപിടിക്കാലോ. H is equal to 8 into 0.6428. ഓക്കെ,
ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ആൻസർ എത്ര കിട്ടും? 5.1424. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് കിട്ടി കഴിഞ്ഞാല് ഏരിയ ആണല്ലോ. എങ്ങനെയായിരുന്നു ഏരിയ കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 10 സെന്റിമീറ്റർ. 10 ഇൻറ്റു H എത്രയാണ്? അതാണ് കിട്ടിയത് 5.1424. ഓക്കെ, അപ്പൊ ഇവിടെ 10നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5. ഓക്കെ, 5 ഇൻറ്റു 5.1424. ദിസ് ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? നേരത്തെ കണ്ടുപിടിച്ച ആൻസർ തന്നെ 25.7 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ചോ? നേരത്തെ നമുക്ക് കിട്ടിയ ആൻസറും ഏരിയയും അതേപോലെ ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസറും സെയിം തന്നെയാണ്. നേരത്തെ നമുക്ക് 25.7 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു ഏരിയ കിട്ടിയിരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതായത് ഒരു ട്രയാങ്കിൾ, രണ്ട് തരത്തിലുള്ള ട്രയാങ്കിൾ, അതായത് സൈഡ്സ് ഈക്വൽ തന്നെ ആയിരിക്കുകയും അതിനിടയിലുള്ള കോണ് എങ്ങനെയുള്ള കോണായിരിക്കണം? ഇവിടെ നിങ്ങൾ കോണ് ശ്രദ്ധിച്ചോന്ന് ഞാൻ അറിയില്ല. ആദ്യത്തേതില് നമ്മള് 40 ഡിഗ്രി ആയിരുന്നു ആംഗിൾ തന്നിട്ടുണ്ടായിരുന്നത്, പിന്നത്തേതില് 140. ഈ രണ്ട് ആംഗിളിന്റെയും പ്രത്യേകത എന്താണ്? ഈ രണ്ട് ആംഗിളിന്റെ പ്രത്യേകത, യെസ്, ഈ രണ്ട് ആംഗിളുകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 180 ആണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ആംഗിൾസിനെ നമ്മൾ എന്ത് പറയും? സപ്ലിമെന്ററി ആംഗിൾ അഥവാ അനുപൂരക കോൺ. ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ 180 കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? സപ്ലിമെന്ററി ആംഗിൾ. അപ്പൊ ഇത്തരത്തിലുള്ള ആംഗിളുകളാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കണം? സൈഡ്സുകൾ ഈക്വൽ തന്നെ ആയിരിക്കുകയും അതിനിടയിലുള്ള കോണുകൾ സപ്ലിമെന്ററി ആംഗിളുകൾ അഥവാ അനുപൂരക കോണുകൾ ആയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസിന്റെ ഒക്കെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞു തരാം. അതായത് രണ്ട് സൈഡ്സുകൾ, രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ്സുകൾ ഈക്വൽ ആയിരിക്കുകയും, അതായത് ഇവിടെ AB എന്ന് പറയുന്ന സൈഡ്സ് ഈക്വൽ ആണ്, 9 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ. അതേപോലെ തന്നെ രണ്ട് സൈഡ്സുകൾ ഈക്വൽ ആയിരിക്കുകയും അതിനിടയിലുള്ള കോണുകൾ എങ്ങനെയുള്ള കോണുകളായിരിക്കണം? അതിനിടയിലുള്ള കോണുകൾ അനുപൂരക കോണുകൾ അഥവാ സപ്ലിമെന്ററി ആംഗിൾസ്. ഇവിടെ 50യുമാണ്, മറ്റേത് എത്രയാണ്? 130യുമാണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇങ്ങനെയുള്ള ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലിമെന്ററി ആംഗിൾസ് അഥവാ അനുപൂരക കോണുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗിൾസുകളാണ് വരുന്നതെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമുക്ക് കാണാം. നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് BH അല്ലേ? അപ്പൊ ബേസ് രണ്ടിലും സെയിം ആണ്. ഇനി ഹൈറ്റ് ചെക്ക് ചെയ്യാം. ഇവിടെയുള്ള ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ വരച്ചതിന് ശേഷം sin 50 എടുത്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഉള്ളത് നമ്മൾ പുറത്താണ് ഹൈറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആംഗിൾ 130ന്റെ കൂടെയുള്ള ആംഗിൾ എത്രയാണ്? ഇവിടെ ലീനിയർ പെയർ വരുമ്പോ ഉള്ള ആംഗിൾ എത്രയാണ്? 50 ആണല്ലോ. അപ്പൊ ഇവിടെയും നമ്മൾ sin 50 അല്ലേ ഉപയോഗിക്കുന്നത്? നോക്ക്, sin 50 ആണ് ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഇവിടെ H കൊടുക്കുകയാണെങ്കിൽ H ഡിവൈഡഡ് ബൈ കർണം എന്ന് പറയുന്ന സൈഡ് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണല്ലോ. ഇവിടെയോ? ഇവിടെ നോക്ക്, sin 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിന് നമ്മൾ H കൊടുക്കുകയാണ്. ഹൈറ്റിന് H ഡിവൈഡഡ് ബൈ കർണം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഈ H കണ്ടുപിടിച്ച രണ്ട് വാല്യൂസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ ഏരിയ സെയിം തന്നെയാണ്. അതായത് ഹാഫ് BH ബേസ് സെയിം ആണ്, ഹൈറ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ചില സമയത്ത് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഹാഫ് മാർക്കിനൊക്കെ ഇത്തരത്തിലുള്ള അങ്ങനെ ആംഗിളുകൾ ഇത്ര വരികയാണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ ഏരിയ? ഹാഫ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കണം. പാരലലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനിടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ട്. പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? പാരലലോഗ്രാം അഥവാ സമാന്തരികം എങ്ങനെയായിരുന്നു?
ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്? യെസ്, ഒരു പാരലൽ സൈഡ്, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു പാരലൽ സൈഡും ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഈ ബേസിലേക്ക് ഒരു ഹൈറ്റ് വരക്കുകയാണ്. ഓക്കെ, വരച്ചു. അപ്പോൾ ഞാൻ ഈ പാരലലോഗ്രാമിന് ഒരു പേര് കൊടുക്കുന്നുണ്ട്, ABCD. ഓക്കെ, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഇ എന്ന പേരും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആംഗിൾസ് 90-ഉം 90-ഉം ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം, AED എന്നുള്ള ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടേണ്ട സൈഡ് ഏതാണ്? ഈ DE എന്ന് പറയുന്ന ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ H കൊടുക്കുകയാണ്, അറിയില്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇനി ഈ 50 എന്നുള്ള ആംഗിൾ തന്നിട്ടുണ്ടല്ലോ. ഈ 50യുടെ ഏത് സൈഡാണ്? ഈ 50 എന്ന് പറയുന്ന ആംഗിളിന്റെ ഏത് സൈഡായിട്ടാണോ വരുന്നത്? ഈ DE എന്ന് പറയുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഉള്ളത്. യെസ്, അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കണം? യെസ്, സൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കണം. നമുക്കറിയാം കോസ് ഫംഗ്ഷനിൽ എന്തായിരുന്നു ഇക്വേഷൻസ്? കോസ് തീറ്റ ഈക്വൽ ടു യെസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡാ വേണ്ടത്. സോ നമ്മൾ എന്തുപയോഗിക്കുന്നു? സൈൻ 50, സൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. സൈൻ 50 ഈക്വൽ ടു DE ഡിവൈഡഡ് ബൈ, കാരണം ഏതാണ്? AD. ഓക്കെ, DE എന്ന് പറയുന്നത് നമ്മൾ H ആയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ കർണം AD എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ സൈൻ 50 എഴുതുന്നു. ഓക്കെ, ഇത് രണ്ടും ഇൻഡു ചെയ്ത് എഴുതുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് H ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം. H ഈക്വൽ ടു എന്താണ്? ഇത് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഈക്വൽ ടുന്റെ അങ്ങേ സൈഡിൽ വരുമ്പോൾ ഇൻഡു ആകും. 8 ഇൻറ്റു സൈൻ 50. ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. 8 ഇൻറ്റു സൈൻ 50 ഈക്വൽ ടു H എന്ന് എഴുതിയിട്ട് മാറ്റി എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 50ന്റെ വാല്യൂ എത്രയാണ്? 0.766. So it is equal to 6.128 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? BH, അതായത് ഒരു പാരലൽ സൈഡ് 12 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 6.128. ഓക്കെ, ഇത് ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 73.536 സെന്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ. ഓക്കെ, ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ് ആൻസർ. ഏരിയ എളുപ്പമാണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ഏതാണെന്ന് നോക്കുക. അത് തന്നിട്ടുള്ള ആംഗിളിന്റെ ഏത് സൈഡായിട്ടാണോ വരുന്നത് നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് DE ആണ് ഇവിടെ. അപ്പൊ അത് ഈ തന്നിട്ടുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുത്തു? സൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ചു. മനസ്സിലായല്ലോ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രോബ്ലംസുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.